She got a vibe, mi chico. Dance all night, mi chico. Eyes on me, mi chico. Tonight, here we go, deeper. ആളാരാന്ന് മനസ്സിലായില്ലേ? ഡോക്ടർ ലക്ഷ്മി നായർ. സോ തമ്പനിയിൽ കണ്ട പോലെ ഡോക്ടർ ലക്ഷ്മി നായർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണത്. ഞാൻ കുറച്ച് ദിവസങ്ങൾ മുമ്പ് എനിക്ക് ഒരു 1 to 2 weeks ആയിട്ട് കണ്ടിന്യൂസ്ലി എൻ്റെ ഫേസ്ബുക്കിൽ വീഡിയോസ് റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ലക്ഷ്മി നായരുടെ വീഡിയോസ് കയറി വരേണ്ട സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണത്. കയറി വരുന്ന സമയത്താണ് ഞാൻ പിന്നെയും ഈ ആളെക്കുറിച്ച് ഓർക്കണത്. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലം പോലെ കുറേ കുക്കിംഗ് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ DD നാഷണൽ, അതിൻ്റെ അകത്തൊക്കെ ഉണ്ട്, ഏഷ്യാനെറ്റിൽ ഏതൊക്കെയോ കൈരളി, എക്സാക്ട്ലി കൈരളിയിലാണ് ആ ഒരു സാധനം വന്നത്. സോറിയുടെ ചാനലിൻ്റെ പേര് മാറിപ്പോയത്, എന്തോ ഒരു മാജിക് കിച്ചൺ ആണ്, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിലൊക്കെ വന്നിരുന്നത് ഇതുപോലെ കുറേ കുക്കിംഗ് വീഡിയോസൊക്കെ, അതൊക്കെ അങ്ങനെയാണ് ഇവരെ കൂടുതൽ അറിയുന്നത്. പിന്നെ ട്രാവൽ ചെയ്ത് കുറേ കുക്കിംഗ് വീഡിയോസ് പരിചയപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വന്ന് ഇവർ അന്ന് പോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്ന അവരെ കുക്കിങ്ങിൻ്റെയും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു തരുന്നത്, ഇതൊക്കെയാണ് എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. അന്ന് കുട്ടിക്കാലമായിരുന്നു. വളർന്ന് വലുതായി ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇവരിപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടത്. ഇത് സത്യസന്ധമായിട്ട് കാര്യമാണ്. അപ്പോൾ ഇന്ന് വേറൊരു ക്രിയേറ്റർ ചെയ്തൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഞാൻ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും നോക്കാറേ ഇല്ല. സത്യം പറഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഞാൻ നോക്കാറില്ല. ഞാൻ വീഡിയോസ് കാണും, ഓക്കെ ലക്ഷ്മി നായർ നമുക്ക് അറിയാവുന്നൊരു ആളാണ്, അതായത് ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം, അവർ ഈ വീഡിയോ കാണുന്നെങ്കിലും അത്രയും വർഷങ്ങൾ മുമ്പ് ഞാൻ അവരെ കണ്ടപ്പോൾ അവരെങ്ങനെയായിരുന്നു അതേ ക്വാളിറ്റി തന്നെ ഇപ്പോഴും ഇരിക്കണേ. നിങ്ങൾക്ക് പ്രായമാവില്ലേ? അതാണ് ഞാൻ ആലോചിക്കണേ. അല്ല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരുടെ ലുക്കും ഇവരുടെ രൂപം എല്ലാം സെയിം ടു സെയിം, ഒരു വ്യത്യാസം ഇവരുടെ ഇതിൽ തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതമായത്. സോ ലക്ഷ്മി നായർ റിലേറ്റഡ് ആയിട്ടൊരു കോണ്ടൻ്റാണ്. കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോ തന്നെ സെയിം വീഡിയോ ഞാൻ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ വരുന്ന പ്രത്യേകത എന്താണെന്നുള്ളത് ഉൾപ്പെടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നവരെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഉള്ളിൽ ദുഷിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇത്ര ഇതായിട്ട് കണ്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒന്നും കണ്ടിട്ടില്ല. ഫേസ്ബുക്കിലേക്ക് എന്തെങ്കിലും ഒരു കോണ്ടന്റ് വരുമ്പോൾ അവിടുത്തെ രീതി വേറെയാണ്. ഇത് ഏത് യൂണിവേഴ്സാണ് ചിന്തിച്ചു പോകും. പിന്നെ ഞങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും എവിടെയായാലും വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് നമ്മളതിൽ പോസ്റ്റ് ചെയ്യും പോരും, അത്രേ ഉള്ളൂ. ഫേസ്ബുക്കിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. ഇടക്ക് കയറുമ്പോഴേക്ക് എന്തെങ്കിലും വൃത്തിയായിട്ട രീതിയിലുള്ള കമൻറ്റ്. വൃത്തിയായിട്ട കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ആയിട്ട് ബന്ധമില്ലാണ്ട് എൻ്റെ വീട്ടിലിരിക്കുന്ന കുടുംബക്കാരും ഉമ്മാനെയും വാപ്പാനെയും അവരെയൊക്കെ തെറി വിളിക്കുന്ന കുറേ കമൻറ്റുകളാണ്. അത് നമ്മൾ തിരിച്ചാൽ വിളിക്കും. അത് ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെ നിങ്ങൾ സാധാരണ ക്രിയേറ്റേഴ്സിൻ്റെ ഇതിലൊക്കെ കൊണ്ടുപോയി കമൻറ്റ് ഇട്ടേമൊക്കെ അവരെ മൈൻഡ് ചെയ്യില്ല, നോക്കാതെ വിടുന്ന പോലെയല്ല. എൻ്റെ കുടുംബത്തിരിക്കുന്നവരെ പറഞ്ഞാൽ നല്ല വർത്താനം ഞാൻ തിരിച്ചു പറയും. അപ്പോൾ മാന്യോട്ട് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇപ്പോഴേ ഇറങ്ങിപ്പോക്കോ, വ്യൂ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കാശ് വേണ്ട അങ്ങനെ തെറിയും പറഞ്ഞിട്ട്. അത് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ തിരിച്ചും പറയും. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ മാന്യമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകാം. ഇതൊരു ലക്ഷ്മി നായരുടെ മാത്രം കേസല്ല. ഈ ഒരു ഏജുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡ്രസ്സുകൾ ട്രൈ ചെയ്യുന്ന അവരിഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്ന എല്ലാ ലേഡീസും, ഏത് പ്രായത്തിലുള്ള ലേഡീസും ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം മാന്യമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇവരുടെ ഫസ്റ്റത്തെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് നോക്കിയേ. ഞാൻ ആദ്യം വെച്ചത് തന്നെയാണ്. എനിക്കിതിൽ പ്രത്യേകിച്ച് വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല. അതായത് അവർ ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യക്ക് പുറത്ത് നമ്മൾ അവിടെ സാരിയും ചുറ്റി പട്ടുപാടും ബ്ലൗസ് ഇട്ടിട്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു മിനിമം ബോധമില്ലാത്ത ആൾക്കാരാണ് ഇതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് വെറുതെ കൊണച്ച കമൻ്റ് അടിക്കുന്നത്. ഇത് പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളകൾ എന്ന് പറഞ്ഞ അവസ്ഥയിൽ അങ്ങനെയുള്ള ചിലർക്ക് ഇതൊക്കെ കാണുമ്പോൾ അവളിതേ അങ്ങനെ ഇട്ട് കിടക്കണം. അന്നാ ഞാൻ രണ്ട് പറഞ്ഞേക്കാം. കാരണം ഞാനൊരു കുലസ്ത്രീയല്ലേ, എൻ്റെ കുലപുരുഷൻ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും എന്നുള്ള രീതിയിൽ വന്ന് പറയുക. എടാ, ഞാൻ ബേസിക്കലി ഞാൻ എല്ലായിടത്തുമായിട്ടാണ് ചോദിക്കണേ. ഒരു യൂറോപ്യൻ കൺട്രിയിൽ അല്ലാതെ ഇന്ത്യക്ക് പുറത്ത് കുറച്ചധികം ഇതുപോലത്തെ കൺട്രികളിൽ പോകുന്ന സമയത്ത് സാരി ഉടുത്ത് നടക്കണോ, അല്ലെങ്കിൽ പട്ടുപാടും ബ്ലൗസ് ഇട്ടിട്ട് നടക്കണോ, അല്ലെങ്കിൽ ഇവിടുത്തെ പോലത്തെ ചുരിദാറൊക്കെ ഇട്ട് എന്നും പറഞ്ഞ് നടക്കണോ? എന്തോന്നാണ് ഇത്? ഇതൊക്കെ എൻഡ് ഓഫ് ദ ഡേ ഒരാളുടെ ഇഷ്ടമാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇന്ത്യയിൽ എസ്പെഷ്യലി മലയാളീസിന് മാത്രമേ ഉള്ളൂ മറ്റൊരാളുടെ വസ്ത്രം നോക്കൽ, അത് വെച്ചിട്ട് അവരെ വിലയിരുത്തുന്ന ഒരു പരിപാടി നമുക്ക് മാത്രമേ ഉള്ളൂ. തുറന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഞാൻ കുറച്ചാൾ യൂറോപ്പിലുണ്ടായിരുന്നു. ഒരു 10-15 കൺട്രിയോളം ഞാൻ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പെർസ്പെക്റ്റീവ് പറയാം. മലയാളികൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. നിങ്ങളൊന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ മറ്റൊക്കെ പോയി നോക്കെ, അവിടുത്തെ ലേഡീസ് പ്രായമായിക്കോട്ടെ, അവരൊക്കെ ഡ്രസ്സിങ് കണ്ടുണ്ട്, സാരിയൊക്കെ കൊടുക്കുക, അവരെ സാരി കൊടുക്കുന്ന രീതി വ്യത്യാസമുണ്ട്. കുറച്ച് വയറും എല്ലാം എക്സ്പോസ്ഡ് ആയിരിക്കും. അവിടെ ആരും ഇതൊന്നും ചിന്തിക്കാനോ നോക്കാനോ പോകുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ സത്യം. നോർത്ത് ഇന്ത്യ എന്തിനാ ഈ കേരളം വിട്ടിട്ടുള്ള നോർത്ത് ഇന്ത്യ ആ ഒരു ഇതിലേക്ക് പോകാൻ പറഞ്ഞാൽ രാജ്യം വിട്ടൊന്നും പോകണ്ട. നോക്ക് അവിടുത്തെ പെൺകുട്ടികൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത്. ഡൽഹി ഹൈദരാബാദൊക്കെ പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ഡ്രസ്സിങ് എങ്ങനെയാണ്?
അവർക്ക് ഇഷ്ടമുള്ളത് അവർ ധരിക്കും. ആ സാധനം ഇവിടെ ഒന്ന് ധരിച്ച് അപ്പോൾ തുടങ്ങും, അവൾ മറ്റേ ഇതാണ്ടാ എന്ന് പറഞ്ഞ സാധനം തുടങ്ങും. ഡ്രസ്സ് കൊണ്ടാണോ ഒരാളുടെ പേഴ്സണാലിറ്റി വളക്കുന്നത്? തുണിയിലാണ്ടോന്നല്ലല്ലോ നടക്കുന്നത്. ഇനി ഞാൻ ഈ യൂറോപ്പിൽ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ കേരളത്തിൽ തന്നെയുള്ള അധികം അങ്ങോട്ട് സിറ്റി ലൈഫിലല്ലാത്ത കുറേ പെൺകുട്ടികൾ, ഇത് മോശമായിട്ട് പറയുന്നതല്ല, പെൺകുട്ടികൾ ഉൾപ്പെടെ യൂറോപ്പിലേക്കൊക്കെ പഠിക്കാൻ വന്നതിന് ശേഷം അവിടെ വന്നു കഴിയുമ്പോഴേക്കും അവിടുത്തെ ഷോപ്പുകളിൽ നിന്ന് മറ്റുമൊക്കെ വാങ്ങിച്ചിടുന്ന ഡ്രസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പറഞ്ഞു വിടുന്ന പാരൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ കുറ്റം പറഞ്ഞ ഓരോരുത്തർ തെറിയും പറഞ്ഞിരിക്കുന്ന പാരൻസും മൂക്കത്ത് വിരൽ വെച്ചു എമ്മാരി ഡ്രസ്സിങ് ഒക്കെ ചെയ്തിരിക്കുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് വന്നിറങ്ങുന്ന സമയത്തുള്ള കോലമൊക്കെ നമുക്കറിയാം, ഇതുങ്ങളെ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഡേ ബൈ ഡേ മാറി അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുന്ന, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ നടക്കുന്നുണ്ട്. ഓക്കെ, അതിനൊന്നും നമുക്കൊരു കുറ്റവും പറയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി അവിടെ ജീവിക്കും. അവിടെയൊക്കെ പോയി വന്നതിൻ്റെ പേരിലാണ് ഈ ഒരു ചേഞ്ച് വന്നതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കും. മറ്റുള്ളവരെങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരെന്ത് തിന്നുന്നു, അവരാരോട് മിണ്ടുന്നു, ആരുടെയൊക്കെ റൂമിൽ പോകുന്നു, ആരുടെയൊക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, ഇതൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ എൻ്റെ പണിയെടുക്കുമ്പോൾ എൻ്റെ കുടുംബക്കാര്യം നോക്കും. ദാറ്റ്സ് ഇറ്റ്. സോ ബാക്ക് ടു ലക്ഷ്മി നായർ. ലക്ഷ്മി നായരുടെ മറ്റൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു സാരി ഉടുത്തിട്ട് ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് അവർ ഒരുങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ, അവർ ഓർണമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അവർ ഫുള്ള് അവരൊന്ന് ഷോക്കേസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, അവർ ഡ്രസ്സിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ എന്തൊക്കെ വൃത്തികേടുകൾ നിങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളത് ഇത് കണ്ടുപിടിക്കുന്നവരൊന്ന് നോട്ട് ചെയ്ത് നോക്ക്. അല്ല, ഒരു പെണ്ണ് നടന്നു പോകുമ്പോൾ എല്ലാം നോക്കുമല്ലോ നിങ്ങൾ, അങ്ങനെയുള്ള ഒരാളല്ലേ കമൻറ്റ് ചെയ്യാൻ തന്നെ. ഇതിലെന്തൊക്കെ വൃത്തികേടുകളുണ്ട് കണ്ടുപിടിച്ചല്ലോ. അവരുടെ ഒരു പ്രായം 10-60 വയസ്സായെന്നാണ് തോന്നണത്. പിന്നെ അത്യാവശ്യം പണ്ട് പോലെ കുറച്ച് ഫാറ്റിയാണ് ആളുടെ പണ്ട് മുതലുള്ള, നിങ്ങൾ ഇപ്പോഴത്തെ ഒന്നും നോക്കണ്ട, പണ്ടത്തെ TV ചാനലുകളിലുള്ള വീഡിയോസിലെ ഡ്രസ്സിങ്, സാരി ഉടുക്കുന്ന രീതിയൊക്കെ ഇതുപോലെ തന്നെയാണ്. ഓക്കെ, അന്നൊന്നും ഈ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ല, യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കുറേ അവൈലബിലിറ്റി ഇല്ലായിരുന്നു കുറ്റം പറയാനും കമൻറ്റ് ചെയ്യാൻ. TV ചാനലിൽ ഇരുന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ കമൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നു തുടങ്ങിയപ്പോൾ ഒരാളൊരു വൃത്തിയായിട്ട് പറയും, അത് കാണുമ്പോഴേക്കും അടുത്തവൻ അങ്ങോട്ട് മൂടാവും, അവൻ പറയും 2 ഇങ്ങനെ പറഞ്ഞ് ഒരു നെഗറ്റീവ് വന്നാൽ അതിൻ്റെ പുറകെ അത് കാണുമ്പോൾ എന്നാൽ പിന്നെ ഞാനെങ്ങനെ പോസിറ്റീവ് പറയും, ഞാനും നെഗറ്റീവ് 2 പറയട്ടെ എന്നുള്ള നമുക്ക് എല്ലാവർക്കും ബേസിക്കലി നെഗറ്റീവ് പറയാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതാണ് ഈ കമൻറ്റ് ബോക്സിലും വന്ന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡ്രസ്സിങ്ങിൽ ഒരു കുഴപ്പമില്ല. പണ്ടൊക്കെ നമ്മുടെ കേരളത്തിൽ ഡ്രസ്സിങ് എങ്ങനെയാണ്, ഫുള്ള് എല്ലാം ഉടുത്ത് ഇതാക്കി ഒന്നും കാണാണ്ടാണോ? അല്ലല്ലോ, മറ്റേ ബ്ലൗസും മുണ്ടും കൊടുത്തിട്ട് നടന്ന കാലമുണ്ട് ഇല്ലേ? അപ്പോൾ അന്നൊക്കെ നിങ്ങൾക്ക് എന്തൊന്നും പറയാനില്ലേ? അതായത് സൗകര്യങ്ങൾ കൂടുമ്പോൾ തരം താന്ന് പോവുകയാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ചില സമയത്ത് വസ്ത്ര സ്വാതന്ത്ര്യത ഓരോരുത്തരും ഇഷ്ടമാണ്. അവർക്ക് അത്രയും അവർ സാരി ഉടുക്കുമ്പോൾ വയറ് കുറച്ച് കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ അവർ കാര്യം പറയട്ടെ, നിങ്ങൾ ഒരു ദിവസം ഒന്ന് കേരളത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് കൂടി നിങ്ങൾ നടന്നു പോയി കഴിഞ്ഞാൽ, ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ എത്ര ലേഡീസിന് ഇതുപോലെ കാണാം. അമ്മച്ചിമാർ പല പ്രായമുള്ളവർ, അവർ സാരി ഉടുക്കുമ്പോൾ അവരൊന്നും കയറിയല്ല, അവർ ചിലപ്പോൾ വയറ് കുറച്ച് കാണും. ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അവരുടെ ഉള്ള ബോഡി പാർട്സ് ഒന്നും ചുരുക്കി പിടിച്ച് ഞെരുക്കി വെക്കാൻ പറ്റത്തൊന്നുമില്ല എൻ്റെ അകത്ത്. പിന്നെ എന്തിടണം അവർ? മറ്റേ സലീം കുമാർ ഒരു സിനിമയിൽ മഴത്തുള്ളിക്കിലുക്കത്തിൽ മൂട് പോയി കഴിയുമ്പോൾ ഒരു കൊട്ട ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ തുണി ഇട്ടിട്ട് വന്നു, അല്ലെങ്കിൽ ഇവർ തലയുടെ ഇവിടുന്ന് തൊട്ട ഒരു വലിയ കൊട്ട ഇട്ടിട്ട് ആകുമ്പോൾ തുണി ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വന്നു. ഇത് എന്തൊരു മൈൻഡ് സെറ്റാണെന്നല്ല പിന്നെ കമൻറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും അവർ ഈ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. സ്വീറ്റ് ഷോപ്പാണ് ഭഗവതി സ്വീറ്റ്സ് ആൻഡ് കാരം. ഇത് വെരി ഓൾഡ് ഷോപ്പാണ്. 4th generation. 8 years. ഓ, ഭഗവതി. അത്രേ ഉള്ളൂ, സിമ്പിൾ. അവർ അങ്ങനെ തന്നെയാണ് അവരുടെ സാരി എടുക്കുന്നത് പണ്ട് പോലെ. അതിനിപ്പോൾ ആർക്കൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ചുഴി നോക്കി കണ്ടുപിടിക്കണം എന്തിനാ? അല്ലെ അങ്ങനെ നോക്കണം എന്തിനാ? നിങ്ങൾക്കപ്പോൾ ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല കേട്ടോ, നല്ല കാര്യങ്ങളൊന്നും. കാര്യം ഒരു സ്ത്രീയാണ് ഒരു കാര്യം, ഒരു പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യണത് അല്ലെങ്കിൽ ഒരു വ്ളോഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഇതുപോലത്തെ ഓരോ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ കുലസ്ത്രീകളുടെ അടുത്തും കൂടിയാണ് പറയണത്. ഇതിൽ ചേട്ടന്മാരുടെ കമൻസ് ഒക്കെ വളരെ കുറവാണ്, ചേച്ചിമാരുടെ കമൻസാണ് നിറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്കിൽ. വേറെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊന്നും ഇല്ല കേട്ടോ. ഇൻസ്റ്റയിലുണ്ട് കുറേ ഫേക്ക് അക്കൗണ്ടുകൾ, തലയും വാലും ഇല്ലാത്ത ഫേക്ക് അക്കൗണ്ടുകൾ. പക്ഷേ ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ ഇപ്പോഴും അത് അറിയില്ല. ഉള്ള ഐഡൻറ്റിറ്റി വെച്ചിട്ട് തന്നെ അങ്ങോട്ട് കാച്ചും. അതായത് അപ്പുറത്തും ഇപ്പുറത്തും അതെല്ലാം അവിടെ നിന്നിട്ട് പണ്ട് കുറ്റം പറയില്ലേ, അവൻ്റെ മോൾ ഒളിച്ചോടി പോടി, ആ സാധനം ഫേസ്ബുക്കിൽ അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. നന്നായിക്കൂടെ? കുഴിയിലോട്ട് കാലും നീട്ടിരിക്കുന്ന കുറേ അമ്മച്ചിമാർ വന്നിട്ടാ. ഞാൻ ഇവരുടെ അടിയിൽ വന്ന ഒരു കമൻറ്റ് വായിച്ചിട്ടാ. പ്രേമ ചന്ദ്രിക, കഷ്ടം, ഈ തള്ളയുടെ ഡ്രസ്സിങ് എത്ര അരോചകം. അങ്ങനെ നിങ്ങൾക്ക് അത്ര അരോചകമായിട്ട് തോന്നിയത്? നിങ്ങൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ
ഒന്നും കാണുന്നുണ്ടാവില്ല അല്ലേ പുറത്ത്. എൻ്റെ പൊന്നാര ചേച്ചി ചിലപ്പോൾ നടക്കുമ്പോഴൊക്കെ അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ വിസിബിൾ ആവും. അതൊക്കെ സ്വാഭാവികമാണ്. ആരും അവർ കാണിച്ചുകൊണ്ട് കിടക്കണമെന്നല്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം എല്ലാവരും പറയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നിങ്ങനെ ഇച്ചിരി ഡ്രസ്സിൻ്റെ ഇറക്കമൊക്കെ കുറച്ചിങ്ങനെ കാണിച്ചാലേ അവൾ വിജയിക്കുമെന്നുള്ളൂ. ഉണ്ടേണ്. അവരൊരു പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്ക്. അവർ പണ്ട് ഈ കുക്കിംഗ് ചാനലോട്ട് അവരുടെ ഡ്രസ്സിങ് ഇങ്ങനെ തന്നെയാണ്, ഒരു മാറ്റമില്ല. അത് അവരുടെ ലൈഫ് സ്റ്റൈലാണ് എന്ന് വെച്ചിട്ട് അവർ നശിഞ്ഞു പോയിട്ടോ പിഴച്ചു പോയിട്ടൊന്നുമില്ല നിങ്ങളുടെ ഭാഷയിൽ. ആ ഒരു കരിയറിലും എല്ലാത്തിലും നല്ല സക്സസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതൊക്കെ എന്തെങ്കിലും വന്ന് വൃത്തികേട് ഇങ്ങനെ പറയും, ഓരോരുത്തർക്ക് കിട്ടുന്ന സുഖം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ, ഞങ്ങളെ കൊണ്ടൊന്നും ഇത്ര സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു ഫ്രസ്ട്രേഷനാണ് ഈ കമൻറ്റ് ബോക്സിലൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് സിന്ധു ഹരീഷ്. കേരളം വിട്ടാൽ അല്പവസ്ത്രം ആകണമെന്നും സെക്സി വേഷം വേണമെന്നും അത് ക്യാമറയിൽ പകർത്തിയിട്ട് നാട്ടുകാരെ തെറിവിളി കേൾക്കണമെന്നും നിർബന്ധമാണോ? ഷൂട്ട് ചെയ്യുമ്പോൾ അല്പം കൂടി ഭേദപ്പെട്ട വസ്ത്രമാവാം. മേനി പ്രദർശിപ്പിച്ച് റീച്ച് കൂട്ടേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ. അവർക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പിന്നെ അവരുടെ ഡ്രസ്സിങ് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമൊന്നും നിങ്ങൾ ചിന്തിച്ചുകൂടെ? പറ്റൂല അല്ലേ? എന്തെങ്കിലും കണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കുണയ്ക്കണം. എന്തെങ്കിലും കണ്ടി അപ്പോൾ വന്നിട്ട് അങ്ങോട്ട് ഈ മാതിരി ഡയലോഗാ. അയ്യയ്യേ ഇത് തന്നെ പറഞ്ഞത്. നമ്മൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവർ വീഡിയോസ് ചെയ്യുമ്പോഴേക്കും കുറേ ഊളകളുടെ വന്നിട്ടുള്ള ഡയലോഗുണ്ട്. നിനക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ? നിനക്കൊക്കെ വേറെ പണിയില്ലേ? എൻ്റെ പൊന്നട, ഇതൊരു പണിയാണ്. ഇതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിലും കണ്ട് ഇതിനെക്കുറിച്ചുള്ളൊരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതുപോലത്തെ കണ്ടന്റ് ക്രിയേഷൻ ജോലിയായിട്ട് എടുക്കാനുള്ള കാരണം എന്താ അറിയോ? പുറത്തുനിന്നുള്ള വിദേശത്തു നിന്നുള്ള ഡോളേഴ്സൊക്കെ കൂടുതൽ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെപ്പോഴുള്ള ക്രിയേറ്റേഴ്സാണ്, ഡോളേഴ്സ്. അപ്പോൾ ഇതൊരു പണിയാണ്. ഈ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വരും. ഇത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് 1-2 മണിക്കൂറത്തെ പണിയാണ്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് കണ്ടൻസ് എടുക്കൽ അതൊരു വേറെ അരമണിക്കൂർ 1 മണിക്കൂർ 2-3 മണിക്കൂറത്തെ പണിയാണ്. ഒരു ദിവസം ഒരു 3 വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഒരു 8 to 9 10 മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ പോകുന്നത്. ഓക്കെ, അതുകൂടാണ്ട് റീൽസും കാര്യങ്ങളും ഇൻസ്റ്റയിലൊക്കെ വേറെ ഇടുകയും വേണം. അത് വേറൊരു കാര്യം. ഇതൊക്കെ ചെയ്യണം നമ്മൾ പണിയെടുത്തിട്ട് തന്നെ. ഈ പണിക്കുള്ള റെമ്യൂണറേഷൻ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പണി തന്നെയാണ്. പിന്നെ എൻ്റെ വേറെ ഒരു പണി കിട്ടാത്തതുകൊണ്ടാണോ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറേ ഫേമുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക്, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഫേസ്ബുക്ക്, ഈ ഇൻസ്റ്റഗ്രാമൊക്കെ ഇല്ലേ, ആ മെറ്റയിൽ ഉൾപ്പെടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ വന്നത്. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് പണിയെടുക്കട്ടെ. ഈ ഒരു പണിയില്ലാത്തവരല്ലേ വന്നിരുന്ന് ഇമാരി അപരാധം പിടിച്ച കമൻറ്റ് ഇടണേ. അപ്പോൾ ഈ ചോദ്യം നേരെ തിരിച്ചാൽ വെക്കണം. നിനക്കൊന്നും വേറെ പണിയില്ലേ? കാണണ്ടേ? ഈ കാണണ്ട. എന്തിനാ വന്ന് ഈ തന്തയില്ലാമത്തരം പറഞ്ഞുകൊണ്ടിരിക്കണേ? ഇനി അടുത്തത് വത്സല BK നായർ. ലക്ഷ്മി നായർ, ഇമ്മാതിരി ഡ്രസ്സിങ് മോശമാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു കോളേജ് പ്രൊഫസറായിരുന്നില്ലേ? ടീനേജ് പിള്ളേരെ മാതിരി നടക്കരുത്. നിങ്ങളൊരു മുത്തശ്ശിയല്ലേ? മക്കളും മരുമക്കളും ഒക്കെ കാണുന്നതല്ലേ? ആച്ചൊരു മുറ്റേ, ഇന്ന പ്രായം കഴിഞ്ഞ് ഇന്ന പോലെ ഡ്രസ്സ് ഇടണമെന്ന് നിർബന്ധമാണോ? നിങ്ങളുടെ നിയമപുസ്തകത്തിൽ, കുലസ്ത്രീകളുടെ നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ അത്? അങ്ങനെ ഒന്നുമില്ല. നീ യൂറോപ്പിലേക്കൊക്കെ മറ്റും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതേ പ്രായത്തിലുള്ള അമ്മച്ചിമാരവിടെ നടക്കണ പോലെ കണ്ടു കഴിഞ്ഞാണ്ടല്ല. അപ്പം നിർത്തത് അത് ഈ വർത്താനമൊക്കെ. എല്ലാവരും മറ്റേ ബെക്കിനി ഇട്ടുകൊണ്ട് ഇവിടെ നടക്കണമെന്നൊന്നും ഞാൻ പറയണമൊന്നുമില്ല. പക്ഷേ അവർ മോശം വസ്ത്രമല്ല, അവരുടെ ശരീരം അങ്ങനെയാണ്. അവരെന്തിട്ടാലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ ഇങ്ങനെയായിട്ട് നിൽക്കും. അതൊക്കെ കണ്ട് പോയി. പിന്നെ അവർ മൊത്തം പുതച്ചു മൂടി വന്നാലും നിങ്ങളെപ്പോലുള്ളൊരു ഇത് തന്നെ പറയും. കാര്യം എന്താ? നിങ്ങൾക്കൊന്നൊരു സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്കൊക്കെ ആകെ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ കാണുമ്പോഴേക്കും ഇതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ദുഷിപ്പ് മൊത്തം പുറത്ത് പറയാം, അല്ലെങ്കിൽ അസൂയ മൊത്തം പുറത്ത് പറയാനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ആനന്ദം കണ്ടെത്തുന്നത്. നിങ്ങൾ സ്വയം അങ്ങ് വിചാരിച്ചോ മുത്തശ്ശിയാ എന്ത് ഭംഗിയുണ്ട് ഈ പറയണം. പലരും പ്രൊഫൈൽ ഞാൻ കയറി നോക്കിയിട്ടുണ്ട് കേട്ടോ. ചിരിച്ച് ചാവൂടെ. ദീപാറാണി വെരിഫൈഡ് പ്രൊഫൈലാണ്. കാശ് കൊടുത്ത് വെരിഫിക്കേഷൻ വാങ്ങിയത് അറിയാണ്ട് കൈതട്ടി പോയതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. ബിക്കോസ് ഞാൻ ഒരു അക്കൗണ്ട് കയറി നോക്കി, ഇവരങ്ങനെ കണ്ടന്റ് ക്രിയേറ്റർ ഒന്നും അല്ല. ഓക്കെ, ദീപാറാണി എഴുതി വെച്ചേക്കണത്. ഈ കിളവി ഇപ്പോൾ വന്നു വലിയ ശല്യമായിരിക്കുകയാണ്. എന്തൊരു വൃത്തികെട്ട വേഷം. അവനവൻ്റെ ശരീരത്തിന് പാകമാവുന്ന ഇട്ടാൽ പോരെ. അവരവരുടെ ഇഷ്ടത്തിനല്ല ഇടുന്നേ. നിങ്ങളോട് കാശ് വാങ്ങുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് വാങ്ങാൻ എനിക്ക് കാശ് തരുമെന്ന് പറയുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ആരും നോക്കിയാൽ പോരെ. ഈ പറഞ്ഞ ദീപാറാണി കിളവിന്ന് വിളിച്ചില്ല ഇവരാ. ദീപാറാണിയുടെ അക്കൗണ്ട് ഞാൻ നോക്കി. ചെറുപ്പക്കാരിയാട്ടാ. അയ്യോ, അടുത്ത വർഷം ഉണ്ടാവുമെന്ന് സംശയമുള്ളൂ നിങ്ങളൊക്കെ. ആ ടീം വന്നിട്ടാണ് ഈ കോണടിക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ പൊന്നാരി ചേച്ചി, നിങ്ങളോട് ദേഷ്യമുള്ളതുകൊണ്ടൊന്നല്ല പറയണേ. നിങ്ങൾ എന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കും. നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യത്തിൽ ഇടപെടണേ? സ്വന്തം കാര്യം നോക്കിയാൽ പോരെ. അതാണ് പറയണത്. ഇപ്പം നമുക്കൊക്കെ പണിയുണ്ട്, വീഡിയോ ക്രിയേഷൻ. അതുകൂടാണ്ട് ഞങ്ങൾക്ക് പല പ്രൊമോഷൻ്റെ വർക്കുകൾ, അങ്ങനെ പല പരിപാടികളുണ്ട്. ഇനി വരുന്ന 26, 27, 28, 29, 30 വരെ എനിക്ക് കണ്ടിന്യൂസ്ലി എനിക്ക് വേറെ ഇവൻറ്റ്സും പ്രോഗ്രാംസും ഉണ്ട്. ഞാൻ അതിന് പോണ കാര്യം ആലോചിക്കുമ്പോൾ വീഡിയോ ക്രിയേഷൻ്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഡൗട്ട് അടിച്ചിരിക്കുന്നത്. അതൊന്നുമില്ലാത്ത ചേച്ചിമാരാണ് ഈ കിടന്നിട്ടിമാരും. വേറെ പണിയില്ലേ, പ്രായമായില്ലേ? വല്ല രാമനാമമൊക്കെ ജപിച്ച് വല്ല ദിക്കറൊക്കെ ചൊല്ലി അല്ലെങ്കിൽ വല്ല കുർബാന കത്തിച്ച് വീട്ടിലിരിക്കുന്നേ. ഞാൻ നേരത്തെ എന്തിനും ഈ ഫോൺ എടുത്തുകൊണ്ട് അപരാധം പിടിപ്പിക്കാൻ നിൽക്കണേ. ഇനി അടുത്തത് പത്മജ പരമേശ്വരൻ. പത്മജ വിത്ത് ഹസ്ബൻഡാണല്ലോ. അതെന്തോ കാര്യമായിട്ട് ഇതുണ്ട്. ലുക്ക് അറ്റ് ഹെർ ഡ്രസ്. കാൻ't you have shame at this age? When you become old, the dress we wear
make us dignified, and it's very important we choose the correctly. It adds our glam to dress in right sense. പുല്ലേ എന്ന് പറയണ പോലെയുള്ള ചേച്ചി ഇത്. ശൈലജ നായർ, ആക്രിക്കാർക്ക് കൊടുക്കാതെ വെച്ചിട്ട പഴയതെല്ലാം പെറുക്കിയിടുന്നു. അവിടെ വെള്ളപ്പൊക്കം ഇല്ലയോ, അതിലേലും പെറുക്കിയിട്ടൂടെ. കാലന് പോലും വേണ്ടാത്ത കുറെ ടീമുകളാണല്ലോ ദൈവമേ. ഒരു ഗതിയും പരഗതിയില്ലെങ്കിലും അവരാധത്തിന് ഒരു കുറവുണ്ടാവത്തില്ല അല്ലേ. ഇനി ലക്ഷ്മി നായർക്ക്, ലക്ഷ്മി ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അവിടുത്തെ രീതി അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഡ്രസ്സൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഓഫ് കോഴ്സ് എനിക്ക് കുറേ കമൻറ്റ്സ്, കുറേ നെഗറ്റീവ് കമൻറ്റ്സ് കുറേ ആൾക്കാർ ഇടുന്നുണ്ട്. കുറേ ആൾക്കാരല്ല, സ്ഥിരമായിട്ട് വരുന്ന ഒരു രാധാ ഗോപാൽ, ഇനി 2-3 പേര് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. മനഃപൂർവ്വം വന്നിട്ട് നമ്മളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വളരെ സ്റ്റുപ്പിഡായിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് ഇടും. ഒന്ന് ഡ്രസ്സിനെ കുറിച്ച് പറയും. പിന്നെ ഒരു കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്ത്, ഞാൻ ഒരുപാട് മുടിയിൽ ഇങ്ങനെ തൊടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നെ അത്രയും സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ അത് ടോളറേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ഇടാത്തത്. പക്ഷേ അത് ജെന്യുവനായിട്ടുള്ള ആൾക്കാരുടെ റിയാക്ഷൻ തന്നെയാണ്. എനിക്ക് തന്നെ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, ഇത് ബോറല്ലേ ഞാൻ തലമുടിയിൽ ഇങ്ങനെ പിടിച്ചോണ്ടേ ഇരിക്കുന്നു. അതെനിക്കറിയില്ല. അവരാദ്യം പറഞ്ഞു തന്നെ കറക്റ്റ്. അവർ വേറൊരു രാജ്യത്ത് പോകുമ്പോൾ അവർക്ക് അവരുടെ അവിടുത്തെ രീതിക്ക് അനുസരിച്ച് ഡ്രസ്സ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാലും അവിടെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടണം. ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഞാൻ യൂറോപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നിന്ന രാജ്യത്ത് ടെമ്പറേച്ചർ ഒരു -15 വരെയൊക്കെ പോകും. ഒരു ദിവസം -28 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിൻ്ററിൽ ഞങ്ങളെല്ലാവരും ജാക്കറ്റ് ഇതൊക്കെ ഇട്ട് ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ട് നടക്കുന്നത്. ചിലപ്പോൾ കാലത്ത് ഉറങ്ങി എണീറ്റ് അതേ ഡ്രസ്സിൽ മുകളിൽ ജാക്കറ്റും ജീൻസും കെട്ടിട്ടിട്ട് പോകും. കാര്യം എന്ന് വെച്ചാൽ കുളിക്കാൻ പോലും പറ്റത്തില്ല, അമ്മാതിരി തണുപ്പാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വിൻ്റർ കഴിഞ്ഞ് സമ്മറിലേക്ക് വന്ന സമയത്തുണ്ടല്ലോ, അതായത് ഒരു 20 ഡിഗ്രി 25 ഡിഗ്രിയൊക്കെ ചൂടായി വരുമ്പോൾ തന്നെ ശരീരം ഒരുമാതിരി പൊള്ളണ പോലെ തോന്നും. ഞാനൊക്കെ ഭയങ്കര കട്ടി കുറഞ്ഞ ടീഷർട്ട് ഇട്ട് നടക്കാറ്. എനിക്ക് ഒട്ടും പറ്റത്തില്ല. എനിക്ക് സ്കിന്നൊക്കെ എന്തോ പോലെ ഭയങ്കര ഒരു സൂചി കുത്തുന്ന ഒരു പെയിനൊക്കെ വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടുത്തെ ലേഡീസ് ആണെങ്കിൽ, അവിടുത്തെ ആൾക്കാരാണെങ്കിൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യത്തെ സമയത്തൊക്കെ അപ്പോഴൊക്കെ നമ്മളിങ്ങനെ പെമ്പിളേരും അമ്മയ്ക്കും ശ്രദ്ധിക്കും. കേരളത്തിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, അത് മാറിയിടച്ച് സമയമെടുക്കും. ആ പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാനധികം നോക്കാൻ പോകാറില്ല. കാര്യം ഞാൻ ഇവിടെ ആയാലും ഒരു മോഡൽ മാനേജ്മെൻറ്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഇതിൻ്റെ അപ്പുറം നമ്മൾ കണ്ടിട്ടുള്ളത് അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നടക്കണം. അവരവരുടെ ഇഷ്ടത്തിന് കിടക്കും, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കിടക്കും. ഞാൻ ആരും നെഞ്ചത്തോട്ട് കയറി പീഡിപ്പിക്കാനൊന്നും പോകണമെന്നില്ലല്ലോ. ഇവിടുത്തെ ചില അണ്ണന്മാരും അമ്മച്ചിമാരും പറയണ പോലെ ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് അപ്പം പീഡനം നടക്കും. ഒന്നുമില്ലടെ, അതൊക്കെ ഓരോ മനുഷ്യൻ്റെ പ്രശ്നമാണ്, മാനസികാവസ്ഥയാണ്. ആ പ്രശ്നം നമുക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതായത് വസ്ത്രം വെച്ചിട്ടല്ല നമ്മൾ ഒരാളെ അളക്കേണ്ടതും, അല്ലെങ്കിൽ ഒരാളോടൊരു വികാരം തോന്നേണ്ടതും, അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടാവും, പ്രേമം തോന്നുന്നുണ്ടാവും, ഒരു ഫ്രണ്ട്ഷിപ്പ് തോന്നുന്നുണ്ടാവും. എല്ലാം വസ്ത്രത്തിലല്ല അതൊന്നും ഇരിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അഗെയിൻ കം ടു ദ പോയിന്റ്. അവിടുത്തെ ലേഡീസ് കിടക്കുമ്പോഴേക്കും അവരുണ്ടല്ലോ ഈ ഇന്നേഴ്സ് ചിലപ്പോൾ ഇടത്തില്ല. അവർ ടീഷർട്ടോ ഷർട്ടോ എന്തെങ്കിലും ഇടി അത് മാത്രം മുകളിലിട്ടിട്ട് അവരങ്ങ് ഇറങ്ങി പോകും പുറത്തേക്ക്. അവരിടാറില്ല. അത് അവിടുത്തെ ആൾക്കാർ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജെൻഡർ ആണോ പെണ്ണോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുമില്ല. അതിനെക്കുറിച്ച് കുറ്റം പറയാറില്ല അവിടുത്തെ ആൾക്കാർ. അപ്പോഴും അവിടെ പറയുന്നത് നമ്മൾ ഇന്ത്യൻസ് തന്നെയാണ്, എസ്പെഷ്യലി മലയാളീസ് തന്നെയാണ് പറയുന്നത്. നോക്കി ഇന്ന് വെള്ളം ഇറക്കി ഒരു പെണ്ണ് ഇതുപോലെ നടന്നു വേണമെങ്കിൽ അവിടുത്തെ നടന്നു വേണമെങ്കിൽ അവളെ വീട്ടിൽ കൊണ്ടാക്കും. നോക്കി സെക്സ് ടീമുകൾ അവിടെ ഉണ്ട്. പിന്നെ ഇവർ പറഞ്ഞു ഈ മുടിയുമ തുറന്ന കാര്യം അത് എനിക്കും ഉണ്ടിട്ട്. ഇപ്പോൾ മുടി വളർത്തിയതിന് ശേഷം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇതാക്കും, കെട്ടിയിടുമ്പോൾ കുഴപ്പമില്ല, അല്ലാത്തപ്പോൾ ഇങ്ങനെ ആക്കും. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഇരിക്കുന്നത് ജസ്റ്റ് AC ഓപ്പോസിറ്റാണ്. അപ്പോൾ ചെറിയൊരു കാറ്റടിക്കുമ്പോൾ എൻ്റെ മുടിക്ക് വലിയ കട്ടിയില്ല, ഭയങ്കര എന്താ പറയുക പെട്ടെന്ന് പറന്ന് നടക്കുന്നത് എന്നൊന്ന് ഇതാക്കിയാൽ തന്നെ കിടന്നങ്ങോട്ട് പറക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണേ ഒന്നും തോന്നല്ലേ. കാര്യം നമ്മളിങ്ങനെ സെൽഫി മോഡിൽ വെച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. അത് നോക്കുമ്പോൾ എനിക്ക് തോന്നും മുടി ഓക്കെ ശരിയല്ല, ഇവിടെ ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ കിടക്കുന്നു. അതാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്, പല രീതിയിലൊക്കെ മാറ്റാൻ നോക്കുന്നത്. നമ്മളിങ്ങനെ മിററിൽ നോക്കി ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ്. ആക്ച്വലി പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് സെൽഫ് കറക്ഷൻ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അതൊരു വൃത്തിയായിട്ട മാനേഴ്സാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ കണ്ടുകൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര വർഷം മുടി ഇങ്ങനെ പിടിക്കുന്നു, പക്ഷെ എന്ത് ബോർ, ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കുറേ പേര് കമൻറ്റ് തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം തലമുടിയിൽ തൊടാണ്ടിരിക്കാൻ. ഓക്കെ, വേറൊരാൾ ക്യാമറ എടുക്കുകയാണെങ്കിൽ അത് ആ ജസ്റ്റർ കാണാൻ പറ്റില്ല. ഞാൻ എന്നെ തന്നെ ഡയറക്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്, ഈ സെൽഫി മോഡിൽ എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഞാൻ ഇങ്ങനെ മുടി കെട്ടി വെച്ചിരുന്ന ആ ട്രബിൾ ഒഴിവാക്കാം. എനിവേ, അതൊരു കാര്യം. അതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. പിന്നെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഡ്രസ്സിനെ കുറിച്ചുള്ള കമൻസാണ്. പിന്നെ എന്താ പറയുക, ഡ്രസ്സെന്ന് പറയുമ്പോൾ അതോരോരുത്തരുടെ മൗലിക അവകാശമാണ്, നമ്മുടെ താല്പര്യമാണ്. നമുക്കത് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്നതിൽ തെറ്റില്ല. നമുക്ക് എങ്ങനെ ഇടണം തോന്നുന്നു അതനുസരിച്ച് ഇടുന്നു. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇടുന്നു. ഞാൻ സാരി ഞാൻ എങ്ങനെ വെയർ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ ഇഷ്ടം, ഞാൻ അതനുസരിച്ച് വെയർ ചെയ്യും. പണ്ട് തൊട്ടേ അങ്ങനെയാണ്, ഇപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയതൊന്നുമല്ല. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു ഡ്രസ് കോഡൊന്നുമല്ല. ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. എൻ്റെ കോളേജിൽ ഞാൻ പഠിക്കാൻ ചേർന്ന സമയം തൊട്ട് ഞാൻ എൻ്റെ സാരി വെയർ ചെയ്യുന്നൊരു മെത്തേഡ് ഇങ്ങനെ തന്നെയാണ്.
അത് കുറച്ചിപ്പോൾ വണ്ണം വെച്ചു. അപ്പോൾ ആ മെത്തേഡ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു. പക്ഷേ വണ്ണം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്രയേ ഉള്ളൂ. അന്ന് ഞാൻ മെലിഞ്ഞിരുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ വെസ്റ്റേൺ വെയർ ഇടുന്ന കാര്യം, അത് ഞാൻ സാധാരണയായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ വെസ്റ്റേൺ ഡ്രസ്സ് ഇടുന്ന ഒരു പതിവുണ്ട്. പിന്നെ മാഞ്ചസ്റ്ററിലാണെങ്കിൽ എവിടെ പോയാലും വിൻ്റർ സമയം പോയാൽ നമ്മൾ സ്വെറ്റേഴ്സും ജാക്കറ്റ്സും കോട്ട്സും ഒക്കെ ഇട്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡ്രസ്സൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് കാണിക്കാനുള്ളതോ അല്ലെങ്കിൽ അത്രയും ഒന്നുമില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ അതിലൊരു പ്രത്യേകിച്ചൊന്നും ഏത് ഡ്രസ്സ് ഇട്ടാലും വീട്ടിലെ ഡ്രസ്സ് ഇട്ടാലും അറിയില്ല, അതിൻ്റെ മേളിൽ കൂടെ കോട്ടൊക്കെ ഇട്ട് വരും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരിൻ്റെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ ഇത് ബേസിക്കലി ഞാൻ നിങ്ങളാരെ കുറ്റം പറയുന്നല്ല. അതായത് ഈ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ ചിലപ്പോൾ ജനിച്ച നാട് സ്ഥലം ഇതൊന്നും വിട്ട് പോകാത്ത ഒരുപാട് പേരുണ്ട്. കുറേ ചേച്ചിമാരും അമ്മച്ചിമാരുണ്ടാവും. ഭർത്താവിൻ്റെ വീട്, ജോലി സ്ഥലം, അത് കഴിഞ്ഞ വീട്, ഇങ്ങനെയൊക്കെ ലൈഫ് സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കും. അവർക്കൊക്കെ ഇത് കാണുമ്പോഴേക്കും ഇങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തതിൻ്റെ ഒരു പൊട്ടലുണ്ടാവും. പിന്നെ അവർക്കിത് കാണുമ്പോൾ അറിവില്ലായ്മയുടെ ഒരു ഇതുണ്ടാവും. നിങ്ങൾക്ക് ലോകം കാണാനോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള സാഹചര്യ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ട്രാവൽ ചെയ്യുന്ന ട്രാവൽ വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലെ ഡോക്ടർ ലക്ഷ്മി നായർ ഉൾപ്പെടെയുള്ള ട്രാവൽ വീഡിയോസൊക്കെ കാണുക. നിങ്ങളത് കണ്ടിരിക്കുക. നിങ്ങളതിൽ നല്ല വിഷ്വൽസ് കാണുക. നിങ്ങളെന്തിനാ അവരുടെ ഡ്രസ്സും അതിൻ്റെ അകത്തിട്ടാണ് സാധനങ്ങളുടെ ഇതൊക്കെ നോക്കാൻ പോണേ? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ബേസിക്കലി എന്താണ് ആ വീഡിയോയിൽ അവർ കാണിക്കുന്നത്? ആ സ്ഥലങ്ങൾ അവർ കുറച്ച് ഫാറ്റിയാണ്, കുറച്ച് തടിയുണ്ട്, അവർ എന്താ പറയുക ശരീരഘടന അങ്ങനെയാണത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കൂടി വെട്ടിക്കളയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള ശരീരഘടനകളായിരിക്കും. ചില വസ്ത്രങ്ങൾ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾക്ക് അങ്ങനെ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് മാത്രം ഡ്രസ്സ് ചെയ്ത് കിടക്കും. അപ്പോൾ നിങ്ങളൊരു കുറച്ച് ഫാഷൻ ഷോയുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും ചേച്ചിമാർ? ഞാൻ ഈ കമൻറ്റ് ചെയ്യണ അമ്മച്ചിമാരുടെ അടുത്ത് ചോദിക്കണേ, ഈ പ്ലസ് സൈസ് അല്ലെങ്കിൽ കുറച്ച് തടിയുള്ളവരുടെ ഫാഷൻ ഷോ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അത്യാവശ്യം ഫാറ്റി ആയിട്ടുള്ള ലേഡീസിൻ്റെ, അത് ചെറിയ പ്രായം തൊട്ട് അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ആൾക്കാർ വരെ, ലേഡീസ് വരെയുള്ള ഫാഷൻ ഷോസ് ഉണ്ട്. ആ ഡ്രസ്സിങ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊരു പ്രൊഫഷനാണ്. പ്ലസ് സൈസ് എന്ന് പറഞ്ഞൊരു ഫാഷൻ ഷോ എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ ഉണ്ട്. എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ടിനെ, അവൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇതാ ലോകം മാറുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ മാറിയില്ലേലും വേണ്ടില്ല, മറ്റുള്ളവരുടെ ലൈഫിലേക്ക്, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, മറ്റുള്ളവരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറി ചെന്ന് നിങ്ങളുടെ വായിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ദുഷിപ്പുകൾ ഛർദ്ദിക്കാതിരിക്കുക. ഇഫ് യു ഡോണ്ട് ലൈക്ക് ജസ്റ്റ് ലീവ് ഇറ്റ്, ഇഗ്നോർ ഇറ്റ്. നിങ്ങൾ ആ കോണ്ടന്റ് കാണണ്ട. ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുകയും ചെയ്യും, എന്നിട്ട് കുറ്റവും പറയും, എന്നിട്ട് അതിൽ ലൈക്ക് ഓടിച്ചു നോക്കും. എനിക്ക് ചിരി പറ്റത്. ടോട്ടൽ ലൈക്കൊക്കെ നോക്കുമ്പോൾ ഈ വൃത്തിയായിട്ട കമൻ്റ് അടിച്ചാണവർ അതിൻ്റെ അകത്തൊന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ബേസിക്കലി ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ ഇതിനൊക്കെ കുറ്റം പറഞ്ഞ കമൻറ്റ് ചെയ്യണവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമല്ലല്ലോ, ഈ സംഭവം ഇഷ്ടമല്ലല്ലോ, അപ്പോൾ അതിൽ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ ഈ കോണ്ടന്റ് നമ്മളിനി റെക്കമെൻഡേഷനിൽ വരാതിരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ചെയ്തിട്ട് കേട്ടോ, അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് വരത്തില്ല. നിങ്ങൾ ഓൾറെഡി കമൻറ്റ് ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഒരു പുതിയ വീഡിയോ ഇടുമ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളത് വിട്ടേക്കുക, നിങ്ങൾ കാണണ്ട, പ്രശ്നം തീർന്നല്ലോ. ഇതിപ്പോൾ വന്ന് നിങ്ങളിനി ഈ അമേരിക്കയിലും UK-ലും USA-ലും യൂറോപ്പിലൊക്കെ ഉള്ള ഇതുപോലത്തെ ഏജ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെ അക്കൗണ്ടിൽ കയറി തെറിയിടുന്ന കമൻ്റ് ഇട്. അമ്മച്ചിമാരെ നിങ്ങൾ പോയിട്ട് എന്തു മോശമാടി, നമ്മുടെ ഇല്ലത്തിന് ചേർന്നല്ല ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ചിരിയാണ് തന്നെ. എനിക്ക് കുറേ കമൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൂടാണ്ട് ഫേക്ക് അക്കൗണ്ടുകളിലെ കുറേ ഞരമ്പന്മാരുടെ അവരുടെ കഴപ്പ് തീർക്കുന്ന കുറേ കമൻറ്റ്സ്, അവർ കുറേ കാര്യങ്ങൾ വർണ്ണിച്ചിട്ട് അങ്ങനെ കമൻ്റ് ഇടും. അങ്ങനെ ഇടുമ്പോൾ അവരുടെ മാനസികമായിട്ട് അവർക്കുള്ളിലൊരു സാധനം വരും. അത് ആ ഫീൽ കിട്ടാൻ വേണ്ടി നാറുകൾ അതും ചെയ്ത് നോക്കും. ഇങ്ങനെ കാണാനാണ് ഈ ഒരാവശ്യത്തിലധികം വെബ്സൈറ്റുകളുണ്ട്. ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ VPN കണക്ട് ചെയ്താൽ കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള കാണാം. അങ്ങനെ എല്ലാം പോയി കാണും. ആ സ്ത്രീക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് അവർ നടക്കട്ടെ. ഇതുപോലെ പെൺപിള്ളേരല്ല ആരെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് കഴിക്കട്ടെ. നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് നമ്മുടെ നിയമപരമായിട്ട് തെറ്റില്ലാത്ത കാര്യങ്ങൾ ചെയ്തോട്ടെ, അത് അവരുടെ വഴിക്ക് വിടുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ചെറ്റത്തരം ഒന്ന് കമൻറ്റ് ഇടല്ലേ, എൻ്റെ വായിലിരിക്കണമെങ്കിൽ കേൾക്കും, അതുകൊണ്ടാണ്. ശരി എന്നാൽ ബൈ.